ഹായ്, ഐ എം അക്ബർ. ഇന്നത്തെ വീഡിയോ ബ്രെയിൻ റീവെയറിങ്ങിനെ പറ്റിയാണ്. എത്രത്തോളം എന്നെക്കൊണ്ട് ചുരുക്കി പറയാൻ പറ്റും അത്രത്തോളം ചുരുക്കിയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഉണ്ടാകുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നല്ല വെയിലടിക്കുന്നുണ്ട്. പറയാനുള്ള വേഗം പറഞ്ഞിട്ട് ഞാൻ പോക്കാന്ന്. +1 എൻ്റെ കൂടെ പഠിച്ചൊരു ചങ്ങായി ഉണ്ടായിരുന്നു. ഓൻ്റെ വീട് സത്യം പറഞ്ഞാൽ കുറച്ച് ഉള്ളോട്ടാണ്. ഗൂഗിൾ മാപ്പിന് വരെ അറിയില്ല. ഞാനൊരിക്കൽ മാപ്പിട്ട് പോയിട്ട് ലാസ്റ്റ് തോട്ടിലങ്ങനെ എത്തി. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ തോട്ടിലെത്തിയിട്ട് ഓനെ വീഡിയോ കോൾ വിളിച്ച്. എടാ, ഞാൻ ഇന്ന സ്ഥലത്താണ് ഉള്ളത്, ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെ ഓൻ ഇന്ന സ്ഥലം ഇങ്ങനെ വഴിയെല്ലാം പറഞ്ഞത് അങ്ങനെ ഓൻ്റെ വീട്ടിലെത്തി. തിരിച്ചു പോകുമ്പോൾ വഴി തെറ്റി. അങ്ങനെ 2-3 വട്ടം ഞാൻ ഓൻ്റെ വീട്ടിൽ പോയിരുന്നു. 4ാമത്തെ പ്രാവശ്യം സത്യം പറയാലോ, ഞാൻ ഓനെ വിളിച്ചിട്ടില്ല, ഗൂഗിൾ മാപ്പ് നോക്കിയില്ല, ഒരു തേങ്ങ നോക്കിയില്ല. അവിടെ സംഭവം നടന്നതെന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനിൻ്റെ ഒരു ന്യൂറൽ പാത്ത് വേ കൂടുതൽ സ്ട്രോങ് ആയി. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ട്രൈ ചെയ്ത് ഇതുവരെ അറിയാത്തൊരു വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ച്. അപ്പോൾ എൻ്റെ ബ്രെയിൻ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടായിരുന്നു. പിന്നെയും ആ ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ എൻ്റെ ആ ഒരു ന്യൂറൽ പാത്ത് വേ കൂടുതൽ സ്ട്രോങ് ആയി. ഈ സെയിം സംഭവമാണ് ഇവിടെയും സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഹാബിറ്റ് റിപ്പീറ്റായിട്ട് ചെയ്യുക. നിങ്ങളെ മൂഡ് അനുസരിച്ചിട്ടല്ല. ചില സമയത്ത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഫീൽ ചെയ്യുക, ചില സമയത്ത് ചെയ്യാൻ ഭയങ്കര മോട്ടിവേറ്റ് ആയിരിക്കും. ഇത് മൂഡ് ബ്രോ, അത് മൈൻഡ് ആക്കണ്ട. നിങ്ങൾ കൂടുതൽ റിപ്പീറ്റായിട്ട് ചെയ്യുക ഒരു ബാഡ് ഹാബിറ്റ്. മാത്രമല്ല ഞാനിപ്പോൾ എന്താ പറഞ്ഞ ബാഡ് ഹാബിറ്റാണ് മാറിപ്പോയാൽ. നിങ്ങൾ ഗുഡ് ഹാബിറ്റ് റിപ്പീറ്റായിട്ട് ചെയ്യുക, ബാഡ് ഹാബിറ്റ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് അതിനെ റിപ്ലേസ് ചെയ്യുക. ഞാനിപ്പം പറഞ്ഞ എൻ്റെ ആ ചങ്ങായിൻ്റെ വീട്ടിലേക്ക് പോകാൻ മോശം വഴിയുണ്ട്, നല്ല വഴിയുണ്ട്. ഞാൻ പല വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. സോ അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി, ഏത് വഴിയാണ് നല്ലത്, ഏത് വഴിയാണ് കൂടുതൽ എളുപ്പം, ഏതിലൂടെ പോയാൽ എത്രത്തോളം വേഗം നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് എത്താം എന്നൊക്കെ മനസ്സിലായി. അതുപോലെ നിങ്ങൾ ബാഡ് ഹാബിറ്റ് റിപ്ലേസ് ചെയ്യുക. ഈ ബ്രെയിൻ റീവെയർ ചെയ്യാൻ ഷോർട്ട് വഴികളൊന്നുമില്ല, അവൻ്റെ പുരക്ക് പോകുന്ന പോലെ. പിന്നെ സിമ്പിളാണ് സംഭവം, അത്രയേ ഉള്ളൂ. ചില ആൾക്കാർ പറഞ്ഞ് ഫലിപ്പിച്ച് 1 മണിക്കൂറിൻ്റെയും അരമണിക്കൂറിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. സത്യം പറഞ്ഞാൽ അത്ര വല്ല സംഭവമൊന്നുമല്ല, സിമ്പിളാണ്. യു ആർ വാട്ട് യു കൺസ്യൂം. നിങ്ങൾ ബ്രെയിനിലേക്ക് നിങ്ങൾ എന്താണ് പുട്ട് ചെയ്യുന്നത് അതാണ് നിങ്ങൾ. അപ്പോൾ അത് നോക്കിയാൽ മതി. വെറുതെ വേണ്ടാത്ത അനാവശ്യ സ്റ്റഫ് മീൻസ് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ ബ്രെയിനിലേക്ക് കൺസ്യൂം ചെയ്താൽ നമ്മളങ്ങനെയാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത് ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ എന്തായിരിക്കും കൺസ്യൂം ചെയ്യുക, അത് നിങ്ങൾ കൺസ്യൂം ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ബോഡി വേണോ, നല്ലൊരു ഫിസിക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് കൺസ്യൂം ചെയ്യണോ, കൂടുതൽ ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾ കൺസ്യൂം ചെയ്യണം, ഓഫ് കോഴ്സ്. ഇനി നിങ്ങൾക്ക് ഹെൽത്ത് ആണെങ്കിൽ കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് കൺസ്യൂം ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇതൊരു കോമൺ സെൻസാണ് സത്യം പറഞ്ഞാൽ. ആർക്കും വേണമെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവും എന്ത് ചെയ്യണമെന്ന്. ഇതൊരു ലോങ് പ്രോസസ്സാണ് സത്യം പറഞ്ഞാൽ. അത്ര പെട്ടെന്നൊന്നും ആവില്ല. പെട്ടെന്നാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണുന്ന എല്ലാവർക്കും ചെയ്താൽ പോരെ. കുറച്ച് ലോങ് പ്രോസസ്സാണ്. കുറച്ച് ക്ഷമ വേണം, കുറച്ച് വിൽ പവറൊക്കെ വേണം. വിൽ പവർ ഇൻക്രീസ് ചെയ്യാനുള്ളൊരു വഴി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ.